രാജ്യം പൂർണ്ണമായ ഒരടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. പൂർണ്ണമായ ലോക്ക്ഡൗൺ അടുത്ത 21 ദിവസത്തേക്ക് ഭാരതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ പലതും കംപ്ലീറ്റ് ലോക്ക്ഡൗണിൻ്റെ പാതയിൽ നീങ്ങുകയാണ്. 21 ദിവസങ്ങൾ ദൈവവചനം വായിക്കുന്ന, വചനം ശ്രദ്ധിക്കുന്ന നമ്മെ സംബന്ധിച്ച് 21 ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അടുത്ത 21 ദിവസങ്ങളിൽ നാം എന്തു ചെയ്യണം? അടുത്ത 21 ദിവസങ്ങളിൽ നാം എന്തു ചെയ്യും? ഈ ലോക്ക്ഡൗണിലേക്ക് രാജ്യം പോകുന്നു എന്നത് ആത്മീയമായി സവിശേഷമായ ഒരു ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരാത്മീയ യുദ്ധത്തിൻ്റെ 21 ദിവസങ്ങളിലേക്ക് സ്വർഗം ഈ നാളുകളിൽ നമ്മെ ക്ഷണിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 21 ദിവസങ്ങൾ, 3 ആഴ്ചക്കാലം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലുമാണ് 21 ദിവസത്തെ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള സവിശേഷമായ സൂചനകൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ജെറമിയ പ്രവചനം വായിക്കുകയായിരുന്നു ദാനിയേൽ. പശ്ചാത്തലം നമുക്ക് പരിചയമുണ്ട്. ബാബിലോൺ അടിമത്തത്തിലേക്ക് നാടുകടത്തപ്പെട്ട ഇസ്രായേൽ ജനം അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ, കിരാതമായ ഭരണാധികാരികളുടെ ഭരണത്തിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യം കൂച്ചുവിലങ്ങിടപ്പെട്ട് നിഷേധിക്കപ്പെട്ട് ഒരു ജനത ദേവാലയമോ ദൈവാരാധനയോ ബലിയർപ്പണങ്ങളോ ഇല്ലാതെ ക്ലേശിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ, ബാബിലോൺ അടിമത്തത്തിൻ്റെ നാളുകളിൽ ദാനിയേൽ ജെറമിയ പ്രവചനം വായിക്കുകയായിരുന്നു. ജെറമിയയിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തിരുന്നു, 70 വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ ബാബിലോൺ അടിമത്തത്തിൻ്റെ തിരശ്ശീല വീഴും, അടിമത്തത്തിൻ്റെ നുകം മാറും, അടിമത്ത നുകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ജനം ജന്മനാട്ടിലേക്ക് തിരികെ മടങ്ങും. 70 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. പക്ഷെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടാനുള്ള വിദൂരമായ സാധ്യത പോലും കൺമുമ്പിൽ കാണാതിരിക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ ബാബിലോണിലെത്തിയ ഒരു മനുഷ്യനാണിത്. ഇപ്പോൾ അദ്ദേഹത്തിന് 87 വയസ്സോളം പ്രായമാവുന്നു. ജെറമിയായിലൂടെ ദൈവം പ്രവചിച്ചതുപോലെ 70 ആണ്ടുകൾ പൂർത്തിയാവുന്നു. രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൺമുമ്പിൽ തെളിയുന്നില്ല. രക്ഷ കിട്ടുമോ എന്ന് നിശ്ചയമില്ല. വിമോചനത്തിൻ്റെ സാധ്യതയെപ്പറ്റി വ്യക്തതയില്ല. അങ്ങനെ ഭാരപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ ജെറമിയായിലൂടെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വായിക്കുകയാണ്. ദാനിയേൽ 9-ാം അധ്യായം. ജെറമിയായുടെ അരുളപ്പാടുകൾ വായിക്കുമ്പോൾ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഇനി അധിക നാളുകളില്ലെന്ന് അദ്ദേഹം വായിച്ച് മനസ്സിലാക്കുമ്പോൾ, പക്ഷെ കൺമുമ്പിൽ ഇനിയും അനിശ്ചിതത്വവും അസ്വാതന്ത്ര്യവും വിലങ്ങുകളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ നടത്തുന്ന ദീർഘമായ ഒരു പ്രാർത്ഥനയാണ് 9-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ. ആ പ്രാർത്ഥന കൊണ്ടും തനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നറിയുമ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ 3 ആഴ്ചക്കാലത്തേക്ക് 21 ദിവസത്തേക്ക് ഒരു വിലാപം ആചരിക്കുകയായിരുന്നു. വിലാപം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഉപവാസത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനാ ദിനങ്ങളെയാണ്. 3 ആഴ്ചക്കാലത്തേക്ക് ദാനിയേലായ ഞാൻ ഒരു വിലാപം ആചരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 10-ാം അധ്യായത്തിൻ്റെ ആരംഭവചനങ്ങൾ നാം വായിക്കുന്നത്. 21 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ പരിഹാര പ്രാർത്ഥനകൾ, 21 ദിവസത്തെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, ഇതായിരുന്നു ദാനിയേലിൻ്റെ വിലാപത്തിൻ്റെ ദിനങ്ങൾ. ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് അവിടെ കാണുന്നില്ല. സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം വേണ്ടാന്ന് വെക്കുകയും സുഗന്ധലേപനം നടത്താതിരിക്കുകയും ലളിതമായ ഒരു ജീവിതക്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നതാണ് 21 ദിവസം ദാനിയേൽ നടത്തിയ ഉപവാസത്തിൻ്റെ പ്രത്യേകത.
ലളിതമായ ജീവിതക്രമങ്ങൾ, സവിശേഷതകളില്ലാത്ത, പ്രത്യേകതകളില്ലാത്ത 21 പ്രാർത്ഥനാ ദിനങ്ങൾ. 3 ആഴ്ചക്കാലത്തെ ഈ വിലാപം അവസാനിച്ചതിന് ശേഷം ദാനിയേൽ ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. ദിവസം 21. വിലാപത്തിൻ്റെ അവസാന ദിവസം തേജസ്സാർന്ന ഒരു ദൈവദൂതൻ്റെ രൂപം ദാനിയേലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയാനകമായ ഈ സ്വർഗീയ ദൃശ്യം കണ്ട ഈ മനുഷ്യൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. ഒരു കരം അദ്ദേഹത്തെ പിടിച്ചുയർത്തി. ദാനിയേലിൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ പ്രവാചകനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, ശരിയായി അറിയുന്നതിന് നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ ആദ്യത്തെ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടതാണ്. 21 ദിവസത്തെ വിലാപത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ദൂതൻ്റെ വാക്കുകളുടെ പൊരുൾ. 21 ദിവസം ദൂതൻ ദാനിയേലിന് മറുപടിയുമായി എത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ദാനിയേൽ ഉപവസിച്ചത്? ദാനിയേലിൻ്റെ ഉപവാസത്തിൻ്റെ, ദാനിയേലിൻ്റെ പരിഹാര പ്രാർത്ഥനകളുടെ ഉദ്ദേശം ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം തേടലായിരുന്നു. ചോദ്യം ഇതാണ്: ദൈവമേ, 70 ആണ്ടുകൾ പൂർത്തിയാവാറായി, ഇനിയും വിമോചനം വൈകുന്നു. എൻ്റെ ജനത്തിൻ്റെ ഭാവി എന്താണ്? ഞങ്ങൾക്കിനി ഒരു മടങ്ങിപ്പോക്കുണ്ടാകുമോ? ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് ഇനി സാധിക്കുമോ? ഞങ്ങൾക്ക് രക്ഷയും വിമോചനവും വരാൻ ഇനിയും വൈകുമോ? ദൈവമേ, എന്താണ് എൻ്റെ ജനത്തിൻ്റെ ഭാവി? 21 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദാനിയേലിൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിന് വ്യക്തമായ മറുപടി കൊടുക്കുന്നതാണ് 10-ാം അധ്യായത്തിലെയും 11-ാം അധ്യായത്തിലെയും 12-ാം അധ്യായത്തിലെയും ദൈവവചനങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാജ്യം കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയാണ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ദൈവവിശ്വാസികളായി നമുക്ക് പ്രത്യാശയോടെ സ്വീകരിക്കാം. 21 ദിവസത്തെ ഒരു പ്രാർത്ഥന പോരാട്ടം ആരംഭിക്കുകയാണ്. മാർച്ച് 25 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് തിരുനാളിൻ്റെ അന്ന് തുടങ്ങുന്ന ഒരു പോരാട്ടം 21 ദിവസത്തെ നിലയ്ക്കാത്ത, നിശ്ചലമാവാത്ത, മടുക്കാത്ത, വിരാമങ്ങളില്ലാത്ത, അനസ്യൂതമായി തുടരുന്ന, അനർഗളമായി പ്രവഹിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പ്രവാഹത്തിൻ്റെ, പരിഹാര നിലവിളികളുടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ, വിലാപത്തിൻ്റെ ദിനങ്ങൾ. എങ്ങനെയാണ് ഈ വിലാപ ദിനങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന പ്രേരണകൾ ഞാൻ പങ്കുവെക്കുകയാണ്. വീടിനകത്ത് അടച്ചിരിക്കാനാണ് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം. ഭരണാധികാരികളെ അനുസരിക്കണം, ഗവൺമെൻറ്റിനെ അനുസരിക്കണം. ഭരണാധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ചെവിക്കൊള്ളണം. വീടിനകത്ത് അടച്ചിരിക്കുക. ക്രോധത്തിൻ്റെ ഈ വാൾ കടന്നു പോകുവോളം വാതിലടച്ച് മറഞ്ഞിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പൂർണ്ണമായും സ്വന്തം ഭവനത്തിനകത്ത് പ്രാർത്ഥനയോടെ, പരിഹാര പ്രവൃത്തികളോടെ ആയിരിക്കുക. ഓൺലൈനിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ദിവ്യബലി അർപ്പണങ്ങളിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരുക. സിനിമ കാണാനും ഗെയിമുകളിൽ പങ്കുചേരാനും വിനോദ ഉപാധികളിൽ ആവേശത്തോടെ മുഴുകാനും ആവരുത് ഈ ദിവസങ്ങൾ. ജീവനു വേണ്ടി പടവെട്ടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും പ്രാണൻ കയ്യിൽ പിടിച്ച് നിലവിളിക്കുന്ന നാളുകളാണ്.
ആഘോഷങ്ങൾ, വിനോദങ്ങൾ, സന്തോഷം തരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കുന്നത് പരസ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രവൃത്തിയാണ്. പകരം ഓൺലൈനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ദിവ്യബലി അർപ്പണങ്ങളിൽ പങ്കെടുക്കുക. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ന്യൂസുകൾ ശ്രദ്ധിക്കുക. പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ദൈവവചനം തന്നെയാണ് ഉത്തരം തരുന്നത്. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ: പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ജനം ഒരുമിച്ച് കൂടിയിട്ട് നെഹെമ്യായുടെ നേതൃത്വത്തിൽ അവർ ചെയ്തത് ദിവസത്തിൻ്റെ കാൽഭാഗം ദൈവവചനം വായിക്കാനും ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും മാതാപിതാക്കളുടെയും പൂർവികരുടെയും പാപങ്ങൾക്ക് പരിഹാരമപേക്ഷിച്ച് നിലവിളിച്ച് കരയാനും ചെലവഴിച്ചു. ദിവസത്തിൻ്റെ കാൽഭാഗം വചനം വായിക്കാനും ദിവസത്തിൻ്റെ കാൽഭാഗം പാപപരിഹാരത്തിനു വേണ്ടി നിലവിളിക്കാനും അവർ ചെലവഴിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവവചനം വായിക്കാൻ ഈ 21 ദിവസങ്ങൾ അനേകം മണിക്കൂറുകൾ നാം കണ്ടെത്തണം. പെന്തക്കോസ്താ തിരുനാൾ വരെ 100 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാൻ ഒരു പദ്ധതിയിൽ നാം പങ്കുചേരുകയായിരുന്നു. ഇനി ആ ആത്മീയ പരിശ്രമത്തിന് വേഗം കൂടേണ്ട ദിനങ്ങളാണ്. അടുത്ത 21 ദിവസങ്ങൾ ആവുന്നിടത്തോളം വചനം വായിച്ച് ദൈവസ്വരത്തിനു വേണ്ടി കാതോർക്കുക. ദൈവമേ, എൻ്റെ ജനത്തിൻ്റെ ഭാവി എന്ത്? എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്ത്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? എന്തിനു വേണ്ടിയാണ് നീ എന്നെ നിന്റെ സ്വന്തമാക്കി തീർത്തത്? ചോദിക്കാൻ, ഉത്തരം തേടാൻ 1000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. വചനം വായിക്കാൻ ഈ ദിവസങ്ങൾ ചെലവഴിക്കണം. നെഹെമ്യാ തരുന്ന 2ാമത്തെ സൂചന ദിവസത്തിൻ്റെ കാൽഭാഗം പാപങ്ങൾക്ക് പരിഹാരമപേക്ഷിച്ച് കരയാൻ അവർ ചെലവഴിച്ചു എന്ന സൂചനയാണ്. ഒരുപാട് പാപങ്ങൾക്ക് നാം മാപ്പ് ചോദിക്കാനുണ്ട്. ഒരുപാട് മേഖലകളിൽ ശുദ്ധീകരണത്തിന് വേണ്ടി നിലവിളിക്കാനുണ്ട്. 10 കൽപ്പനകൾ ധ്യാനപൂർവം പഠന വിഷയമാക്കണം. മോശയിലൂടെ ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ ഏതെല്ലാം വിധത്തിൽ നാം ലംഘിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം, ആത്മശോധന ചെയ്യണം, മാപ്പപേക്ഷിക്കണം. നമ്മുടെ മാത്രം പാപങ്ങൾക്കല്ല, നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും സഭയുടെയും പുരോഹിതരുടെയും സന്യസ്തരുടെയും ക്രിസ്ത്യാനികളല്ലാത്ത ദൈവത്തിൻ്റെ മറ്റ് മക്കളുടെയും ലോകരാജ്യങ്ങളുടെയും ഭരണാധിപന്മാരുടെയും നമുക്ക് പരിചയമുള്ളതും നമുക്ക് പരിചയമില്ലാത്തതുമായ സകലരുടെയും പാപങ്ങൾക്ക് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. 10 കൽപ്പനകളെ ആത്മശോധനയുടെ വിഷയമാക്കണം. മൂലപാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് ഓർത്ത് മാപ്പ് ചോദിക്കണം. തിരുസഭയുടെ പ്രമാണങ്ങളെ പരിശോധിച്ച് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി, എന്നും ലഭിക്കാൻ സാധ്യതയുള്ളതായി, അതുകൊണ്ട് തന്നെ വിലയില്ലാത്തതായി നാം കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കിട്ടിയിരുന്ന പരിശുദ്ധ കുർബാന, എപ്പോൾ വേണമെങ്കിലും നടത്താമായിരുന്ന കുമ്പസാരം, എപ്പോൾ വേണമെങ്കിലും കിട്ടുമായിരുന്ന ആശീർവാദം, എപ്പോഴും തുറന്നിട്ടിരുന്ന ദേവാലയങ്ങൾ, എവിടെ നോക്കിയാലും കുരിശുപള്ളികൾ, എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വചന സ്വീകരണത്തിനും അവസരങ്ങൾ, പ്രാർത്ഥിക്കാൻ ഇടങ്ങൾ, ഓടിച്ചെല്ലാൻ സങ്കേതങ്ങൾ, എല്ലാം ഒരല്പകാലത്തേക്കെങ്കിലും നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ലഭിച്ചത് എന്നും ലഭിക്കുമെന്ന് കരുതി ലാഘവത്വത്തോടെ കണ്ടു. ലാഘവത്വത്തോടെ കണ്ട കൂദാശാർപ്പണങ്ങൾ, ലാഘവത്തോടെ പങ്കെടുത്ത ബലിയർപ്പണങ്ങൾ, ലാഘവത്തോടെ സമീപിച്ച ആത്മീയ കാര്യങ്ങൾ മാപ്പ് ചോദിക്കണം. മറ്റൊന്ന്, ഈശോയുടെ
പ്രമാണങ്ങൾ ജീവിക്കാൻ സാധിക്കാത്തതോർത്ത് നിലവിളിച്ച് കരയണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളും മത്തായി 18, 23 അധ്യായങ്ങളും യേശുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കാൻ സഹായിക്കും. ലൂക്കാസ് സുവിശേഷം 6 അധ്യായവും യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളും ശക്തമായ ഒരു ആത്മശോധനയ്ക്ക്, യേശുവിൻ്റെ പ്രമാണങ്ങളെ ചിന്തിക്കാൻ, വിലയിരുത്താൻ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ സഹായിക്കുന്ന വചനഭാഗങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുക എന്നുള്ളതാണ്. പീഡാനുഭവ ധ്യാനത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. മത്തായിയുടെ സുവിശേഷം 23 മുതൽ 28 വരെ അധ്യായങ്ങൾ ധ്യാനപൂർവം വായിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 14 മുതൽ 16 വരെ അധ്യായങ്ങൾ പ്രാർത്ഥനാപൂർവം വായിക്കുക. ലൂക്കാസ് സുവിശേഷം 22 മുതൽ 24 വരെ അധ്യായങ്ങളും യോഹന്നാൻ 18 മുതൽ 21 വരെ അധ്യായങ്ങളും പ്രാർത്ഥനാപൂർവം വായിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ യേശു കടന്നുപോയ പീഡാനുഭവങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ധ്യാനപൂർവം പ്രാർത്ഥിക്കുക. പാപങ്ങളേറ്റു പറയാനും വചനം വായിക്കാനും യേശുവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിക്കാനും ഈ 21 ദിവസങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ചെലവഴിക്കാം. ഭരണാധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ ക്രൈസിസുകളല്ല ഉള്ളത്, അവസരങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ക്രൈസിസ് അല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. ഈ അവസരത്തെ വളരെ ഗൗരവത്തോടെ നമുക്കെടുക്കാം. മാർച്ച് 25 തീയതി മുതൽ കർത്താവിൻ്റെ ഈ തീരുമാനത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിച്ച് ലോകം മുഴുവനും വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി പരിഹാരവും പ്രായശ്ചിത്തവും പ്രാർത്ഥനകളും ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ആത്മീയ പോരാട്ടം നമുക്ക് പൂർത്തിയാക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ക്വാറന്റൈൻ എന്ന വാക്കിന് ചുറ്റും നീങ്ങുകയാണ് നമ്മുടെ ജീവിതം. 88-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി, അവർക്കെന്നെ ബീഭത്സ വസ്തുവാക്കി, രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങെന്നെ തടവിലാക്കി, രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി. രോഗികളായവർ ഒരു വശത്ത്, തടവിലാക്കപ്പെട്ടവർ. ആരോഗ്യവകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശാനുസരണം സ്വയം തടവിലാക്കിയ ലക്ഷക്കണക്കിന് മക്കൾ മറുവശത്ത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം എല്ലാവരും തടവിലാക്കപ്പെടുന്ന ദിനങ്ങളെ വിളിക്കുന്ന പേരാണ് ക്വാറന്റീൻ ദിനങ്ങൾ. ഏത് സാഹചര്യത്തിലാണെങ്കിലും നാം തടവിലാണ്. കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങിടയാക്കി, അവർക്ക് എന്നെ ഒരു ബീഭത്സ വസ്തുവാക്കി, അങ്ങ് രക്ഷപ്പെടാനാവാത്ത വിധം എന്നെ തടവിലാക്കി. ആരാണ് നമ്മെ ഇപ്രകാരം സ്വയം തീർക്കുന്ന ഒരു തടവറയ്ക്കകത്തേക്ക് നീങ്ങുവാൻ അനുവദിച്ചത്? ആരുടെ ആജ്ഞപ്രകാരമാണ് നാം ഇങ്ങനെ ഈ തടവിലാക്കപ്പെട്ടത്? ബൈബിൾ അതിനും മറുപടി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിർണായകമായ ഒരു മഹാപ്രളയം, ഒരു മഹാദുരന്തം നാലുപാടും മനുഷ്യരെ വിഴുങ്ങാൻ വാപിളർന്ന് നിൽക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിനകത്ത് ദൈവം നിർദ്ദേശിച്ചവരെയെല്ലാം കയറ്റി ഒടുവിൽ നോഹ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത്, ദൈവം നോഹയെ പെട്ടകത്തിനകത്താക്കി, ദൈവമായ കർത്താവ് അതിൻ്റെ വാതിലടച്ചു എന്നാണ്. ദൈവം നോഹയെ പെട്ടകത്തിനകത്താക്കി വാതിലടച്ചു. നമ്മെ ദൈവം അടച്ചിടുകയാണ്. ദൈവം നമ്മുടെ വാതിലുകൾ അടയ്ക്കുകയാണ്. നാം ഈ തടവറയ്ക്കകത്തേക്ക് കുറെ അധികം ദിനങ്ങൾ ഇങ്ങനെ അകപ്പെടാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു ഭക്തന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? സങ്കീർത്തന പുസ്തകം 57-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സ്വയം തീർത്തതോ മറ്റുള്ളവർ വിധിച്ചതോ, സ്വയം തീർത്തതോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നാം അനുസരിക്കേണ്ടി വരുന്നതോ ആയ ഈ തടവറയിൽ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. ഇങ്ങനെ നാം സ്വാതന്ത്ര്യം ചങ്ങലക്കിടപ്പെടുന്ന ഒരു തടവറയ്ക്കകത്തേക്ക് കുറെ അധികം ദിനങ്ങൾ കഴിയാൻ ദൈവം നിശ്ചയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ നാളെയെക്കുറിച്ചുള്ളതാണ്. സാധാരണ മനുഷ്യന്റെ ഉത്കണ്ഠകൾ ഈ സന്ദർഭത്തിൽ നിരവധിയാണ്. നമ്മുടെ ജോലി, നമ്മുടെ ഭാവി, നമ്മുടെ വരുമാനത്തിന്റെ നിലനിൽപ്പ്, മക്കളുടെ പഠനം, നാം അടച്ചു തീർക്കേണ്ട ലോണുകൾ, നമുക്ക് കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതകൾ, നമ്മുടെ ചുറ്റിനും ഉയരാൻ സാധ്യതയുള്ള ദാരിദ്ര്യം, ഞെരുക്കങ്ങൾ, ജോലിയുടെ അസ്ഥിരത, നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, നൂറുകണക്കിന് ആകുലതകൾ ഈ തടവറയ്ക്കകത്ത് നമ്മെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഉത്തരം തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഇത്തരം ആകുലതകളിൽ ഭാരപ്പെട്ട് കഴിയുന്ന മനുഷ്യന് ആശ്വാസം തരാൻ ദൈവത്തിന്റെ വചനം മനോഹരമായ ഒരു സന്ദേശം കരുതി വെക്കുന്നുണ്ട്. മരുഭൂമിയിൽ യേശുവിന്റെ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ ജനാവലിക്ക് ആഹാരം കൊടുക്കാൻ ശിഷ്യന്മാരോട് ഈശോ കൽപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ കയ്യിൽ ആഹാരമില്ലെന്ന് യേശുവിന് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ വലിയ ഒരു ജനാവലി തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു അങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോഴല്ല ദൈവം അതിന്റെ ഉത്തരം ചെയ്യുന്നത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ മനസ്സിൽ അതിന്റെ പോംവഴിയുണ്ട്, പരിഹാരമുണ്ട്, ഉത്തരമുണ്ട്. ഒരു ക്രൈസിസിലേക്ക് ദൈവം വിടുന്നത് ആ ക്രൈസിസിന്റെ സൊല്യൂഷൻ നേരത്തെ കരുതി വച്ചിട്ടാണ്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അതിനായി കരുതിയിട്ടുണ്ട്. നമ്മുടെ പരിമിതമായ മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ ആവാത്ത ദൈവത്തിന്റെ അനന്തജ്ഞാനത്തിൽ ഈ COVID-19 ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത അനേകം ദൈവിക പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അന്ധമായി നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. നീ നാളെ എങ്ങനെ ജീവിക്കണമെന്ന്, നിന്റെ മക്കൾ നാളെ എങ്ങനെ പഠിക്കണമെന്ന്, നിന്റെ ജോലി മേഖല എങ്ങനെ സ്ഥിരപ്പെടുത്തണമെന്ന്, അടച്ചു തീർക്കാനുള്ള നിന്റെ ലോണുകൾ എങ്ങനെ അടയ്ക്കണമെന്ന്, പൂർത്തിയാവാനുള്ള നിന്റെ ഭവന പണി എങ്ങനെ പൂർത്തിയാവണമെന്ന്, നിന്റെ ജീവിതത്തെ
ഈ തടവറയ്ക്കകത്ത് ആകുലപ്പെടുത്തുന്ന 1000 സങ്കടങ്ങൾക്കുള്ള ഉത്തരം യേശു നേരത്തെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ലോകത്തിന്റെ നാനാഭാഗത്ത് അടച്ചിടപ്പെട്ട മുറികൾക്കുള്ളിൽ നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് നിങ്ങളായിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം അബദ്ധം സംഭവിക്കുന്ന ഒരാളല്ല. ദൈവത്തിന് തെറ്റ് പറ്റില്ല. ദൈവം തന്റെ മക്കളെ പരിപൂർണമായി ഉപേക്ഷിക്കില്ല. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നമുക്ക് അവന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കാം. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നമുക്ക് അവന്റെ ഹൃദയത്തിൽ ചാരി നിൽക്കാം. നമുക്കവനെ കണ്ണും പൂട്ടി വിശ്വസിക്കാം. മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഇങ്ങനെ ഈ തടവറയ്ക്കകത്ത് നാം കഴിയുമ്പോൾ മനോഹരമായ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. തിരക്ക് സത്യത്തിൽ അപകടമാണ്. തിരക്ക് സത്യത്തിൽ കെണിയാണ്. പ്രഭാതം മുതൽ പാതിരാത്രി വരെ തിരക്കിട്ടോടിയ നാം ഈ ഓട്ടത്തിനിടയിൽ കാണാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കാതെ പോയ ചില സാഹചര്യങ്ങളുണ്ട്. നാം ലോകത്തെ ശ്രദ്ധിച്ചു, മനുഷ്യരെ ശ്രദ്ധിച്ചു, സഹജീവികളെ ശ്രദ്ധിച്ചു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 1000 പുറത്തുള്ള കാര്യങ്ങളെ നാം ശ്രദ്ധിച്ചു. ഈ തിരക്കുകൾക്കിടയിൽ നാം ശ്രദ്ധിക്കാതെ പോയ, കാണാതെ പോയ ഒന്നാണ് നമ്മുടെ ഹൃദയം. ക്വാറന്റൈൻ സത്യത്തിൽ നാം സത്യസന്ധമായി നമ്മെ നേരിടുന്ന സമയമാണ്. നാം നമ്മെ തന്നെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാനാവാതെ ഒരാൾ സ്വയം വിചാരണ ചെയ്യേണ്ട, നേരിടേണ്ട, ചോദ്യം ചെയ്യേണ്ട, വിലയിരുത്തേണ്ട, തിരുത്തേണ്ട ഒന്ന് ആ വ്യക്തിയുടെ ഹൃദയം തന്നെയാണ്. ഒരാൾ തന്നിലേക്ക് തന്നെ നോക്കുകയാണ്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ നാം നമ്മെ വിചാരണ ചെയ്യുകയാണ്. തുറന്നു കിടക്കുന്ന ജാലകങ്ങളിലൂടെ വെളിയിലേക്ക് നോക്കാനല്ല ഈ ദിനങ്ങൾ. ജാലകങ്ങളും വാതിലുകളും അടച്ച് നമ്മിലേക്ക് തിരിയാനാണ് ഈ ദിനങ്ങൾ. ദൈവത്തിന്റെ സ്വരം കേൾക്കാനാണ് ഈ ദിനങ്ങൾ. ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഒന്ന് സാവകാശം നിന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഈ ദിവസങ്ങൾ. എങ്ങോട്ടാണ് എൻ്റെ ഓട്ടം എന്ന് ആലോചിക്കാനാണ് ഈ ദിവസങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഞാൻ ഓടുന്നത്, പലായനം ചെയ്യുന്നത്, പടവെട്ടുന്നത്? ആരോടാണ് ഞാൻ മത്സരിക്കുന്നത്? ആരെയാണ് ഞാൻ തോൽപ്പിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ട്. നമ്മളെ നാം വിചാരണ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ നാം ഈ ദിനങ്ങളിൽ നിശ്ചിതമായ ചോദ്യാവലിക്ക് മുമ്പിൽ നിർത്തേണ്ടതുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവികളുടെ ഇടയിൽ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഹൈബർനേഷൻ എന്ന ഒരു പ്രക്രിയയുണ്ട്. കൊടിയ തണുപ്പിനെ അതിജീവിക്കാനാവാതെ, ആഹാരമില്ലാതെ ഊർജം നഷ്ടപ്പെടുന്ന അവസരത്തിൽ ചില സസ്തനികൾ ജീവിതം നിലനിർത്താൻ വേണ്ടി, ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി മാളങ്ങളിലേക്ക്, മണ്ണിനടിയിലേക്ക് ഉറങ്ങിക്കഴിയാൻ ദിവസങ്ങൾ കണ്ടെത്തുന്ന, മണ്ണിനടിയിലേക്ക് പോയി മറഞ്ഞിരിക്കുന്ന ദിവസങ്ങളെയാണ് ഹൈബർനേഷൻ എന്ന വാക്കുകൊണ്ട് ജൈവശാസ്ത്രം ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ഹൈബർനേഷന്റെ ദിവസങ്ങളാണ്. മറഞ്ഞിരിക്കാൻ കുറെ ദിവസങ്ങൾ, മറഞ്ഞിരുന്ന് ഊർജം സംഭരിക്കാൻ കുറെ ദിവസങ്ങൾ. നാളെ ജീവിതം വ്യത്യസ്തമായിരിക്കും. ഒന്നും ഇനി പഴയതുപോലെ ആവില്ല. ഈ ഹൈബർനേഷനിൽ നിന്ന് നാം പുറത്തു വരുന്നത് അസാധാരണമായ ചില ദൈവിക ശക്തിയും ധരിച്ചുകൊണ്ടായിരിക്കും. പുഴു പൂമ്പാറ്റയായി മാറുന്ന കാലമാണിത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും നമുക്ക് ഓരോരുത്തർക്കും വേദനിക്കുന്ന അനേക ലക്ഷം മക്കൾക്ക് വേണ്ടി ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ കാരണമാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.